രാജ്യത്തിന്റെ ഉപരാഷ്ട്ര പദവി അലങ്കരിച്ചിരുന്ന ജഗ്ദീപ് ധൻഖർ ജനങ്ങളുടെ മുന്നിൽ നിന്നും മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷനായിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് 2 വർഷം ഓഫീസിൽ ബാക്കിയുള്ളപ്പോൾ രാജിവെച്ച ജഗ്ദീപ് ധൻഖറിൻ്റെതായ ഒരു വാർത്തയോ ചിത്രമോ അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പോ പോലും അദ്ദേഹത്തിന്റെ രാജിക്ക് ശേഷം ഒരൊറ്റ മാധ്യമങ്ങളിലും പുറത്തു വന്നിട്ടില്ല. രാജ്യത്തിന്റെ ഉപരാഷ്ട്ര പദവിയിൽ 3 വർഷത്തോളം ഉണ്ടായിരുന്ന ജഗ്ദീപ് ധൻഖറിന് ഒരു യോഗ്യമായ യാത്രയയപ്പ് അദ്ദേഹത്തിന്റെ ഓഫീസോ രാഷ്ട്രപതിയോ സർക്കാരോ പ്രധാനമന്ത്രിയോ പോലും നൽകിയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് 74-ാം വയസ്സിൽ രാജിവെച്ച ജഗ്ദീപ് ധൻഖർ സുരക്ഷിതനാണോ എന്ന ചോദ്യവുമായി പലരും രംഗത്ത് വരികയാണ്. അതിലേറ്റവും പ്രമുഖൻ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും രാജ്യസഭാംഗവുമായ കപിൽ സിബൽ ചോദിക്കുന്നത് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ ഇപ്പോഴും സുരക്ഷിതനാണോ എന്ന ചോദ്യമാണ്. ആ ചോദ്യം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ. ഈ ചോദ്യങ്ങൾക്കും വിവാദങ്ങൾക്കും അല്പം കഴമ്പുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ ജൂലൈ 21-ാം തീയതി രാത്രി 9:30 ഉപരാഷ്ട്രപതിയുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ ജഗ്ദീപ് ധൻഖറിന്റെ രാജിപ്രഖ്യാപനവും കത്തും പ്രത്യക്ഷപ്പെടുന്നത്. അതേ ദിവസം രാവിലെ സഭ നിയന്ത്രിച്ച വ്യക്തിയാണ് ജഗ്ദീപ് ധൻഖർ. അതേ ദിവസം വൈകിട്ട് പ്രതിപക്ഷ എംപിമാരുമായി നടന്ന യോഗത്തിൽ ഒരു രാജിയുടെ സൂചന പോലും നൽകാതിരുന്ന ജഗ്ദീപ് ധൻഖർ രാത്രി രാജിവെച്ച ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് അടുത്ത ദിവസം ജൂലൈ 22-ാം തീയതി ഉച്ച 12 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു യാത്രയയപ്പ് കുറിപ്പെങ്കിലും ഉപരാഷ്ട്രപതിയെ കുറിച്ച് പങ്കുവയ്ക്കുന്നത്. ആ ഉപരാഷ്ട്രപതിക്ക് പങ്കുവച്ച യാത്രയയപ്പ് കുറിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ കുറിപ്പ് 2 വരിയിൽ ഒതുങ്ങുന്നതാണ്. അതിൽ പറയുന്നത് ജഗ്ദീപ് ധൻഖറിന് ഉപരാഷ്ട്രപതി പദവി ഉൾപ്പെടെ രാജ്യത്തെ സേവിക്കാൻ നിരവധി അവസരങ്ങൾ ലഭിച്ചു എന്നും അദ്ദേഹത്തിന് നല്ല ആരോഗ്യം നേരുന്നു എന്നും മാത്രമാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ BJPയുടെ ഗവർണറായി പ്രവർത്തിച്ച ഉപരാഷ്ട്രപതിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് യാത്രയയപ്പ് പ്രധാനമന്ത്രി പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തി ഒരു വരിയെങ്കിലും ചേർക്കാമായിരുന്നു എന്ന് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ വിമർശിക്കുന്നതിന് കാരണം ഈ ട്വീറ്റാണ്. എന്നാൽ ഇതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന മഹാരാഷ്ട്രയിലെ BJP നേതാവിനും അജിത് പവാറിനും ഒരു ബർത്ത്ഡേ ആശംസകൾ പങ്കുവച്ചിരുന്നു. ആ ജന്മദിനാശംസകളാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിന് ഉപരാഷ്ട്രപതിക്ക് പങ്കുവച്ച യാത്രയയപ്പ് കുറിപ്പിനേക്കാൾ വലിപ്പവും ആഴവും ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. പല ആവർത്തി ഇരു നേതാക്കളെയും പുകഴ്ത്താൻ ഈ കുറിപ്പിൽ പ്രധാനമന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിക്ക് യാത്രയയപ്പ് പറയുമ്പോൾ വെറും നല്ല ആരോഗ്യം മാത്രം നേർന്ന് കുറിപ്പ് പ്രധാനമന്ത്രി അങ്ങ് ചുരുക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഉപരാഷ്ട്ര പദവിയിൽ ഇരുന്നു കൊണ്ട് ജഗ്ദീപ് ധൻഖർ ജൂലൈ 21-ന് രാവിലെ എടുത്ത ഒരു തന്ത്രപ്രധാനമായ തീരുമാനം. ആ തീരുമാനം ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണം കത്തിക്കരിഞ്ഞ നിലയിൽ ഫയർഫോഴ്സ് അംഗങ്ങൾ തീപിടുത്തമണയ്ക്കാൻ എത്തിയപ്പോൾ കണ്ടെത്തിയ സംഭവത്തിൽ യശ്വന്ത് വർമ്മയെ ഈമ്പിച്ച് ചെയ്യാനുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ നോട്ടീസ് അംഗീകരിക്കുക എന്ന തീരുമാനമായിരുന്നു. ഭരണപക്ഷമായ BJP യശ്വന്ത് വർമ്മയെ സംരക്ഷിക്കാൻ കൈയും മെയ്യും മറന്ന് രംഗത്തിറങ്ങിയപ്പോഴാണ് BJP നിയമിച്ച ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻഖർ BJPയുടെ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ച് ആ ഇംപീച്ച്മെന്റ് നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറി ജനറലിനോട് നിർദ്ദേശിക്കുന്നത്. ഈ തീരുമാനത്തിന് ശേഷം അന്ന് വൈകിട്ട് നടന്ന തന്ത്രപ്രധാനമായ രാജ്യസഭയുടെ ഒരു യോഗത്തിൽ രാജ്യസഭയിലെ ഭരണപക്ഷത്തിന്റെ നേതാവായ JP നഡ്ഡയോ നിയമമന്ത്രിയായ കിരൺ റിജ്ജുവോ പങ്കെടുത്തിരുന്നില്ല എന്നത് പ്രതിപക്ഷ അംഗങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം പ്രതിപക്ഷ അംഗങ്ങളുമായുള്ള യോഗത്തിൽ പോലും ഒരു രാജിയുടെ സൂചന നൽകാതിരുന്ന ജഗ്ദീപ് ധൻഖർ വളരെ പെട്ടെന്ന് അതേ ദിവസം രാത്രി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാജിവെക്കുകയാണ്. ജഗ്ദീപ് ധൻഖറിനെ അപ്രിയനാക്കി മാറ്റിയതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് ജഗ്ദീപ് ധൻഖറിന് അല്പം വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ജൂലൈ 21-ന്
സഭ പുരോഗമിക്കുന്നതിനിടെ സഭയിലെ BJPയുടെ നേതാവായ JP നഡ്ഡ പ്രസംഗിക്കുന്നതിനിടെ പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയപ്പോൾ താൻ പറയുന്നത് മാത്രമേ റെക്കോർഡിൽ ഉണ്ടാകുകയുള്ളൂ, ബാക്കിയൊന്നും റെക്കോർഡിൽ ഉണ്ടാകില്ല എന്ന് പ്രതിപക്ഷ അംഗങ്ങളോട് JP നഡ്ഡ വിളിച്ചു പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒന്ന് പാർലമെന്റിന്റെ റെക്കോർഡിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് ചെയറിലുള്ള വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എന്നാൽ വൈസ് പ്രസിഡന്റ് പറയേണ്ട വാക്കുകളാണ് JP നഡ്ഡ അന്ന് സ്വയം അങ്ങ് വിളിച്ചു പറഞ്ഞത്. അത് JP നഡ്ഡയുടെ ഈ പ്രവൃത്തി ജഗ്ദീപ് ധൻഖറിനുണ്ടാക്കിയ അപമാനം ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ജഗ്ദീപ് ധൻഖർ പൂർണ്ണമായും അപ്രത്യക്ഷനായിരിക്കുകയാണ്. എങ്ങനെയാണ് രാജ്യത്തിന്റെ ഉപരാഷ്ട്രപദവിയിൽ അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ഇത്ര പെട്ടെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും ജനങ്ങളുടെ മുന്നിൽ നിന്നും ഒളിച്ചോടാൻ സാധിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതിനിടെ രാജസ്ഥാനിൽ നിന്നുള്ള BJPയുടെ ഒരു വക്താവിനെ ജഗ്ദീപ് ധൻഖറിനോടും സത്യപാൽ മാലിക്കിനോടുമുള്ള BJPയുടെ മോശം പെരുമാറ്റത്തെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്നും 6 വർഷത്തേക്ക് പുറത്താക്കിയിരിക്കുകയാണ്. ഇതെല്ലാം തെളിയിക്കുന്നത് BJP എന്ന പാർട്ടിയുടെ നരേന്ദ്രമോദി എന്ന ഭരണകർത്താവിൻ്റെയും അടിസ്ഥാന സ്വഭാവങ്ങൾ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടെ നിൽക്കുന്ന കാലത്തോളം സ്ഥാനമാനങ്ങൾ നൽകി അലങ്കരിക്കുകയും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ അവരെ പൂർണ്ണമായും സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്ന രീതിയാണ് BJP തുടരുന്നത് എന്നതിൻ്റെ തെളിവാണ് ജഗ്ദീപ് ധൻഖർ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്തായാലും ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ എവിടെ എന്ന ചോദ്യം മാത്രം ഇപ്പോഴും അവശേഷിക്കുന്നു.